വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ നടപടിക്ക് ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ. തുറമുഖ വകുപ്പുകളിലെ ക്രമക്കേടുകളിൽ നടപടി വേണമെന്നാണ് ആവശ്യം. ധനസെക്രട്ടറി KM എബ്രഹാമിന്റെ റിപ്പോർട്ടിലാണ് ശുപാർശ. ദിനകർ നൽകും വിശദാംശങ്ങൾ. ദിനകർ, പ്രധാനമായും ഈ ശുപാർശയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു, ചീഫ് സെക്രട്ടറി ധനകാര്യ വകുപ്പ് സെക്രട്ടറി KM എബ്രഹാമിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ ജേക്കബ് തോമസിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ഡ്രഡ്ജർ ഇടപാടിൽ 15 കോടി രൂപയുടെ നഷ്ടം വരുത്തി എന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നതതല അന്വേഷണം വേണമെന്നും ചീഫ് സെക്രട്ടറി റിപ്പോർട്ടിൽ കുറിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ അഭിപ്രായം തേടിയിരിക്കുകയാണ്. സ്വാഭാവികമായും ജേക്കബ് തോമസ് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്നു വന്നത്. അതിനെക്കുറിച്ച് ധനകാര്യ വകുപ്പ് സെക്രട്ടറിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് നൽകുകയും ചീഫ് സെക്രട്ടറി ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായും ഇത് IAS IPS പോരിൻ്റെ മറ്റൊരു ഭാഗമാണ് എന്നുകൂടി നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. ധനകാര്യ വകുപ്പ് സെക്രട്ടറി വീട്ടിൽ ഉൾപ്പെടെ വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. ഇത് IAS IPS തുറന്ന പോരിൻ്റെ മറ്റൊരു മുഖമായിട്ട് കൂടി നമുക്ക് ഇതിനെ കൂട്ടി വായിക്കേണ്ടിയും വരും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ DGPയുടെ അഭിപ്രായം തേടിയിരിക്കുകയാണ്. മനു, തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് ദിനകർ. അതായത് നേരത്തെ തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ട് ജേക്കബ് തോമസിനെതിരെ 2013-14 കാലഘട്ടത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അവിടുത്തെ പോർട്ട് ഡയറക്ടറായിരിക്കുന്ന സമയത്ത് സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഇടപാടിൽ KM എബ്രഹാം ഇത്തരത്തിലൊരു ശുപാർശ നൽകുമ്പോൾ ചീഫ് സെക്രട്ടറിക്ക് മുമ്പിലേക്ക് ഈ റിപ്പോർട്ട് നൽകുമ്പോൾ ഇപ്പോൾ ദിനകർ സൂചിപ്പിച്ചതുപോലെ ഈ IAS IPS പോരിന്റെ കാര്യം അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് KM എബ്രഹാമിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ. അതിന്റെയൊക്കെ തുടർച്ച കൂടിയായി ചേർത്ത് വായിക്കണമോ ഈ വിഷയങ്ങൾ? തീർച്ചയായും മനു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ച എന്ന് തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. എന്നിരുന്നാൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഉന്നതതല അന്വേഷണം വേണമെന്നുള്ള ഒരു ശുപാർശ കൂടി ചീഫ് സെക്രട്ടറി ഈ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് ഇതിൽ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ അഭിപ്രായം തേടിയിട്ടുമുണ്ട്. മനു, ഒരു കാര്യം കൂടി, അതായത് ഇതിലെ സാങ്കേതിക കാര്യങ്ങൾ എങ്ങനെയാണ്? അതായത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ശുപാർശയിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? മനു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡ്രഡ്ജർ ഇടപാടിൽ 15 കോടിയോളം രൂപയുടെ നഷ്ടം ഖജനാവിന് ഉണ്ടാക്കി എന്നാണ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണം വേണമെന്നുള്ള ശുപാർശയും ഈ റിപ്പോർട്ടിൽ ഉണ്ട്. മനു, ശരി. KG ദിനകറാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ മാറ്റി നിർത്തണമെന്ന ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ മുഖ്യമന്ത്രിക്ക്. ഏതായാലും അദ്ദേഹം ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ തേടിയിരിക്കുകയാണ്.